നമസ്കാരം. കേരള നവോത്ഥാനം അഥവാ കേരള റിനൈസൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ലെക്ചർ സീരീസിൻ്റെ ആദ്യത്തെ അധ്യായമാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. കേരള PSC ഡിഗ്രി തല പരീക്ഷകൾക്ക് നിർദ്ദേശിച്ച കേരള നവോത്ഥാനം സിലബസിൽ നിന്നുള്ള ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി ഇൻ കേരള എന്നുള്ളതാണ്. ഈ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗമായി നാം വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ അധ്യായത്തിൻ്റെ ഘടന ശ്രദ്ധിക്കാം. ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്, അതുമായി റിലേറ്റ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള, founding of printing presses by Christian missionaries in Kerala, and last, the role of Christian missionaries in founding of factories. ഈ പറഞ്ഞവയാണ് കേരള PSC നിർദ്ദേശിച്ചിട്ടുള്ള അധ്യായം 1 സിലബസ്. ഇതിൻ്റെ ഓരോ സബ് ഹെഡിങ്ങും ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ഇന്ന് ചെയ്യുന്നതായിരിക്കും. അധ്യായം 1 സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ വിദ്യാലയം, അച്ചടി, പത്രം, പുസ്തകം എന്നീ 4 വിഗ്രഹങ്ങൾ, അതായത് കേരള ജനതയെ വിമോചിപ്പിച്ച ഈ 4 വിഗ്രഹങ്ങൾ, ഇവ കേരള സമൂഹത്തിൽ പ്രതിഷ്ഠിച്ച് കേരളത്തിൻ്റെ തന്നെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അടിസ്ഥാനപരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി ജാതി ശ്രേണിയിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മയങ്ങിപ്പോയ കേരള ജനതയെ വിമോചിപ്പിച്ച് അവരെ അവകാശങ്ങളിലേക്ക് ഉണർത്താൻ, അവരെ നവോത്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാൻ വിദേശ മിഷണറിമാർ അനുഷ്ഠിച്ച സേവനത്തിൻ്റെ ചരിത്രമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ നമുക്ക് കേരളത്തിലെ ക്രിസ്തുമത ചരിത്രത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇതിൽ നടന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കേരള PSC പരീക്ഷയ്ക്ക് വീണ്ടും ചോദിച്ചു കാണാറുണ്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു അധ്യായം മനസ്സിലാക്കുന്നതിനായി നമുക്കൊരു ക്വിക്ക് ഫ്ലാഷ് ബാക്ക് ആവശ്യമുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. നമ്മുടെ മെയിൻ കോഴ്സ് കണ്ടന്റിലേക്ക് കടക്കും മുമ്പ് തന്നെ ഈ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഓറിയൻ്റ് ആയിട്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ഓറിയൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി കളക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമിനേഷൻസ്, കൂടാതെ വേരിയസ് സബ്ജക്റ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള കേരള PSC എക്സാമിനേഷനും ഇവ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ കോഴ്സിലെ സബ്ജക്റ്റീവ് കണ്ടന്റുകൾ നിങ്ങൾക്ക് KS മെയിൻസ് ഇൻ്റർവ്യൂ ഘട്ടങ്ങളിലും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമുകൾക്കും ഉപകാരപ്പെടുന്നതാണ്. ഒരു പക്ഷേ ഇനി വരുന്ന കാലത്ത് മുഖ്യമായ ഡിഗ്രി ലെവൽ കേരള PSC എക്സാമുകൾ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി കളക്ടർ പോലുള്ള എക്സാമുകൾ നിലവിലുള്ള മത്സര അന്തരീക്ഷത്തെ കണക്കാക്കി സബ്ജക്റ്റീവോ ഡിസ്ക്രിപ്റ്റീവോ ആയി നടത്താൻ സാധ്യത ഏറെയുണ്ട്. ഈ ഒരു സന്ദർഭത്തിലും ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിലെല്ലാം ഉപരി സബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങളെ ആ വിഷയത്തോട് കൂടുതൽ അടുപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിൽ സൂക്ഷിക്കാനും സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട 2 സംഭവങ്ങളാണ് ഉദയം പേരൂർ സുനഹദോസും കൂനൻ കുരിശ് സത്യവും. ഈ സംഭവങ്ങൾ നടന്ന വർഷമാണ് സാധാരണയായി PSC ചോദിക്കാറുള്ളത്. പക്ഷേ ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളത്. ഇത് എന്താണെന്നോ ഇത് ഏത് സാഹചര്യത്തിലാണ് നടന്നതെന്നോ പലർക്കും ഒരു ധാരണയുമില്ല. പക്ഷേ ഇത് എന്താണ് എന്നും ഇത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് എന്നും അറിയുന്നവർക്ക് സപ്പോസ് എക്സാമിന് അതിനെപ്പറ്റി ചോദിച്ച വർഷം അറിയില്ലെങ്കിലും ഉത്തരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ, നമുക്ക് വൈകാതെ തന്നെ അതിലേക്ക് വരാം. സോ പറഞ്ഞതിൻ്റെ സാരം ഇത്ര മാത്രം. ഈ കോഴ്സ് ഒരു കഥ പോലെ സബ്ജക്റ്റീവായി നിങ്ങൾ കേൾക്കുക. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും അത് നിങ്ങളുടെ മെമ്മറി റിട്ടൻഷൻ പവർ കൂടുതലായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കും. ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ സ്ലൈഡിലെയും ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. കൂടാതെ കീവേഡ്സും നോട്ട് ചെയ്യുക. ബോൾഡ് ലെറ്റേഴ്സിൽ സ്ലൈഡിൽ കൊടുത്ത എല്ലാ കീവേഡ്സും മുൻ PSC എക്സാമുകളിൽ ചോദിച്ചവയാണ്. അവ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നീട് റിവിഷൻ സമയങ്ങളിൽ നിങ്ങൾ ഈ കോഴ്സ് കണ്ട് സ്വാംശീകരിച്ച ഷോർട്ട് നോട്ട്സുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് അധ്യായത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ ആൾറെഡി പറഞ്ഞു, ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ക്രിസ്തുമത ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ടെന്ന്. കേരളത്തിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ക്രിസ്തുമത ചരിത്രമാണ് നാം ഈ വേളയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഇതിന് പുറത്തോ അകത്തോ നിലകൊള്ളാം. വേദപുസ്തകങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നിരുന്നാലും യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകവൽക്കരണം മാത്രമാണ് ചരിത്രം എന്നോർക്കുക.
നമ്മുടെ ചരിത്ര പുസ്തകങ്ങളെയും ചരിത്രകാരന്മാരെയും വിശ്വാസമർപ്പിച്ച് നമുക്ക് തുടങ്ങാം. കേരളത്തിൽ എന്നാണ് ക്രിസ്തുമതം എത്തിയത് എന്നതിനെപ്പറ്റി ആധികാരികമായി പറയുവാൻ രേഖകളില്ല. ഐതിഹ്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്തുമതത്തിന് പരിശുദ്ധമായ ക്രിസ്തുമതത്തോളം പഴക്കമുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമതം വിശാലമായ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ട ശേഷം റോമൻ കത്തോലിക്ക സഭ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായി. എങ്കിലും റോമൻ ക്രിസ്തുമതം അംഗീകരിക്കപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കേരളത്തിൽ അത് അംഗീകരിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ് തോമസ് AD 52 കൊടുങ്ങല്ലൂരിനടുത്ത് മാല്യങ്കരയിലെത്തി ഏതാനും പേരെ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തു എന്നാണ് പറയാറുള്ളത്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായി കേരളത്തിന് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ ഈ ഐതിഹ്യത്തിൽ സത്യത്തിൻ്റെ അംശം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഒന്ന് തീർച്ച, ജൂതന്മാർക്ക് ശേഷം കേരളത്തിലെത്തിയ പ്രധാന മതങ്ങളിലൊന്ന് ക്രിസ്തുമതമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ വർഷം നോട്ടിഫൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ BCE അല്ലെങ്കിൽ CE എന്നുള്ള ടേംസ് ആണ് ഉപയോഗിക്കുക. BCE സ്റ്റാൻഡ്സ് ഫോർ ബിഫോർ കോമൺ ഇറ ആൻഡ് CE സ്റ്റാൻഡ്സ് ഫോർ കോമൺ ഇറ. CE എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേര് കൂടിയാണ് AD എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂഷ്വലി AD ആൻഡ് BC എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോഴ്സിൽ ചിലയിടത്ത് BCE എന്നും CE എന്നും ഉപയോഗിക്കും. അതിൽ CE സ്റ്റാൻഡ്സ് ഫോർ AD ആണ്, BCE സ്റ്റാൻഡ്സ് ഫോർ BC ആണ്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ ആൻഡ് CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, PSC പലപ്പോഴുമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് പരിശുദ്ധനായ തോമസ് കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണെന്നുള്ളത്. അതിൻ്റെ ഉത്തരം AD 52 എന്നുള്ളതാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാല്യങ്കര എന്ന പ്രദേശത്താണ് അദ്ദേഹം ആദ്യം എത്തിയത്. ഇവിടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. പല പ്രാവശ്യം കേരള PSC എക്സാമിന് കൊടുങ്ങല്ലൂരിനെ പറ്റി ചോദ്യമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പ്രാചീന കേരളത്തിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ് എന്നതുകൂടി ഓർക്കുക. മുസിരിസ് എന്നായിരുന്നു പണ്ടുകാലത്ത് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത്. പൗരാണിക കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെട്ട സ്ഥലമാണ് മുസിരിസ്. കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് മുസിരിസ് പ്രബലമായ വാണിജ്യ കേന്ദ്രമായി രൂപപ്പെട്ടത്. 14-ാം നൂറ്റാണ്ടിൽ പെരിയാറിലെ പ്രളയത്തിൽ മുസിരിസ് നാമാവശേഷമായി എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സോ മുസിരിസിനെ കുറിച്ച് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പ്രളയത്തിൽ നശിച്ചുപോയ ആൻഷ്യൻ പോർട്ട് സിറ്റിയായ മുസിരിസ് എന്ന പട്ടണത്തിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ഒരു എക്സ്കവേഷൻ നടത്തിയിരുന്നു. എറണാകുളം ജില്ലയിലെ പട്ടണം എന്ന പ്രദേശത്തായിരുന്നു ആ ഒരു എക്സ്കവേഷൻ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. സോ അറൈവൽ ഓഫ് സെയിൻറ്റ് തോമസ് ഇൻ കേരള ഇൻ AD 52 വാസ് ദ ഫസ്റ്റ് പോയിന്റ്. അടുത്തതായി, സുറിയാനി ഭാഷയിലുള്ള കുർബാനയാണ് കേരളീയ ക്രിസ്ത്യാനികൾക്കിടയിൽ ആദ്യകാലം മുതൽക്കേ പ്രചാരത്തിലുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളെ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ അഥവാ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചു പോന്നത്. യഥാർത്ഥത്തിൽ അവർ സുറിയാനി ഭാഷയിൽ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഭാഷയായിരുന്ന അർമായിക്കിൻ്റെ ഒരു പ്രാദേശിക ശാഖയാണ് സുറിയാനി. കേരളത്തിലെ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ അഥവാ മാലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ പേർഷ്യൻ ക്രൈസ്തവ സഭയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ ഗണ്യമായ വർധനവിന് കാരണമായ ഒരു സംഭവം AD 345 നടക്കുകയുണ്ടായി. ബാഗ്ദാദ്, നിനവേ, ജെറുസലേം എന്നിവിടങ്ങളിലെ 7 ഗോത്രങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്ന് 400 ക്രിസ്ത്യാനികളടങ്ങിയ ഒരു സംഘം സിറിയക്കാർ കാനായി തൊമ്മൻ അഥവാ തോമസ് ഓഫ് കാന എന്ന കച്ചവടക്കാരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെത്തുകയുണ്ടായി. അവർ പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ ഫോളോവേഴ്സ് ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവരുടെ കയ്യിൽ കണ്ടിരുന്ന പെഹലവി കുരിശുകളാണ് അവരെ പേർഷ്യൻ ക്രിസ്തവ സഭയുടെ പിന്മുറക്കാരാണെന്ന് പറയാൻ സഹായിച്ചത്. 15-ാം നൂറ്റാണ്ട് വരേക്കും പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ പിന്മുറക്കാരായ മാലങ്കര സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു കേരളത്തിൽ ഭൂരിപക്ഷവും. എന്നാൽ 1498-ൽ വാസ്കോഡ ഗാമ എത്തിയതിനു ശേഷം ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. പോർച്ചുഗലിൽ നിന്നും എത്തിയ ഗാമ റോമൻ കത്തോലിക്ക സഭയുടെയും പോപ്പിൻ്റെയും പ്രചാരകനായിരുന്നു.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്കോഡ ഗാമ എത്തിയ വർഷവും എത്തിയ സ്ഥലവും എത്തിയ കപ്പലും കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1498 വാസ്കോഡ ഗാമ പന്തലായനി എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത്. പന്തലായനിയിലാണ് കപ്പലിറങ്ങിയതെന്നും കാപ്പാടാണ് കപ്പലിറങ്ങിയതെന്നും പല ചരിത്രകാരന്മാരും പറയാറുണ്ട്. എന്നാലും കുറച്ചുകൂടി ഉചിതമായ ഉത്തരം പന്തലായനി എന്നുള്ളതാണ്. സപ്പോസ് പന്തലായനിയും കാപ്പാടും നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പന്തലായനിയാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതുകൂടാതെ വാസ്കോഡ ഗാമ എത്തിയ കപ്പലിൻ്റെ പേര് സാവോ ഗബ്രിയൽ എന്നുള്ളതാണ്. സോ വാസ്കോഡ ഗാമ എത്തിയതിനു ശേഷം കേരളത്തിലെ കത്തോലിക്ക സഭയുടെയും പ്രചാരണത്തിന് ആളുകളുണ്ടായി. വാസ്കോഡ ഗാമയുടെ ആദ്യത്തെ കപ്പൽ പടയിൽ തന്നെ 2 ക്രൈസ്തവ പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. അത് പിന്നീടുള്ള വരവുകളിൽ കൂടിക്കൂടി വന്നു. പ്രസിദ്ധനായ സെന്റ് സേവിയർ എന്ന വൈദികൻ പോർച്ചുഗീസുകാർക്കൊപ്പം ക്രിസ്തുമത പ്രചാരണത്തിന് എത്തിയവയിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വളരെ പോപ്പുലറാണ്, അതുകൊണ്ടാണ് പരാമർശിക്കാൻ കാരണം. പോർച്ചുഗീസുകാർക്ക് പുറമെ ഫ്രഞ്ചുകാരും കേരളത്തിലേക്ക് എത്തിയിരുന്നു. മാഹി കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഭരണം. അങ്ങനെ ഫ്രഞ്ച് മിഷണറിമാരും കേരളത്തിലെത്തുകയുണ്ടായി. പിന്നീട് വന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് 1599 ഉദയംപേരൂർ സുനഹദോസ് നടത്തിയത്. എന്താണ് ഉദയംപേരൂർ സുനഹദോസ് അല്ലെങ്കിൽ സിനോഡ് ഓഫ് ഡാംബർ എന്ന് നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ട് വരേക്കും, അതായത് 1500 വർഷങ്ങളോളം പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ പിന്മുറക്കാരായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു കേരളത്തിൽ ഭൂരിപക്ഷവും. എന്നാൽ ഈ ഒരു കാറ്റഗറി ഓഫ് ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനായി ഗോവ ആസ്ഥാനമാക്കിയിരുന്ന പാശ്ചാത്യ റോമൻ കത്തോലിക്ക സഭാപ്രതിനിധികൾ വിളിച്ചു ചേർത്ത ഒരു സഭാ സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ് അഥവാ സിനോഡ് ഓഫ് ഡാംബർ എന്ന് പറയുന്നത്. ഇത് നടന്നത് 1599 ജൂൺ 20 മുതൽ 26 തീയതികളിലാണ്. കേരള ചരിത്രത്തിൽ, വിശേഷിച്ചും ക്രിസ്ത്യൻ സഭാ ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായാണ് ഉദയംപേരൂർ സുനഹദോസിനെ കണക്കാക്കുന്നത്. നസ്രാണികൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ മലങ്കര ക്രിസ്ത്യാനികൾ വർഷങ്ങളായി പിന്തുടർന്നുകൊണ്ടിരുന്ന കേരള ക്രൈസ്തവ പാരമ്പര്യത്തിന്മേലുള്ള ഒരു ആക്രമണമായി ഇതിനെ മലങ്കര ക്രിസ്ത്യാനികൾ കാണുന്നു. എന്നിരുന്നാലും പേരിൽ മാത്രം ക്രിസ്ത്യാനികളായിരിക്കുകയും എന്നാൽ ഹൈന്ദവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ അതേപടി തുടരുകയും ചെയ്ത മലങ്കര ക്രിസ്ത്യാനികളെ നവീകരിക്കാൻ ഉദ്ദേശം വെച്ചിട്ടുള്ളതായിരുന്നു സുനഹദോസ് എന്ന് സുനഹദോസ് തീരുമാനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സോ 1599 ഉദയംപേരൂർ സുനഹദോസിന് ശേഷം സിറിയൻ ക്രൈസ്തവരുടെ മതാധികാര കാര്യങ്ങളിൽ ലത്തീൻ കത്തോലിക്കക്കാർ നിരന്തരമായ ഇടപെടലുകൾ തുടങ്ങി. ഇത് കടുത്ത പ്രതിഷേധം സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ രൂപപ്പെടുത്തി. സുറിയാനികൾ തങ്ങളുടെ മതമേൽനോട്ടത്തിനായി ഒരു ബിഷപ്പിനെ കേരളത്തിലേക്ക് അയക്കാൻ ബാബിലോണിയയിലെ പാട്രിയാർക്കിനോട് അപേക്ഷിച്ചു. അപ്രകാരം കേരളത്തിലേക്ക് വന്ന അഹറ്റല എന്ന സിറിയൻ ബിഷപ്പിനെ പക്ഷേ പോർച്ചുഗീസുകാർ തടഞ്ഞുവെച്ചു. മാത്രമല്ല, ഇദ്ദേഹത്തെ മുക്കിക്കൊന്നു എന്ന വാർത്തയും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിച്ചു. പ്രകോപിതരായ സുറിയാനികൾ ലത്തീൻ ആർച്ച് ബിഷപ്പിനെതിരെ തിരിഞ്ഞ് ബിഷപ്പിനെ അംഗീകരിക്കില്ല എന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിനു മുന്നിൽ ആയിരക്കണക്കിന് സുറിയാനികൾ പ്രതിഷേധിക്കാൻ തടിച്ചുകൂടി. എല്ലാവർക്കും കൂനൻ കുരിശിൽ തൊട്ട് സത്യം ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ കുരിശിൽ നീണ്ട കയർ കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ബിഷപ്പ് ഗാർസിയെ അംഗീകരിക്കില്ല എന്നും ലത്തീൻ സഭയ്ക്ക് വഴങ്ങേണ്ടതില്ല എന്നും പ്രതിജ്ഞയെടുത്തു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത്. കേരള PSC എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 2 സംഭവങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവ രണ്ടും നടന്ന വർഷങ്ങളാണ് മുൻ PSC പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ വർഷങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാം. വാസ്കോഡ ഗാമ കേരളത്തിൽ കാലുകുത്തിയത് ഏത് വർഷമാണെന്ന് ഒട്ടുമിക്ക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയുന്ന കാര്യമാണ്. ഗാമ തന്നെയാണ് പാശ്ചാത്യമായ റോമൻ കത്തോലിക്ക സഭയെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ മുൻകൈയെടുത്തത് എന്നും നാം ഇപ്പോൾ പഠിച്ചു. അദ്ദേഹം എത്തിയത് 1498 ഓർക്കുക. സോ അതുകൊണ്ട് തന്നെ ഗാമ എത്തിയതിന് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഉദയംപേരൂർ സുനഹദോസ് അഥവാ സിനോഡ് ഓഫ് ഡാംബർ നടന്നത് എന്ന് ഓർത്തു വെക്കുക. കൃത്യമായി പറഞ്ഞാൽ 101. 100 വർഷം എന്ന് തന്നെ ഓർത്തു വെച്ചാൽ കൂടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ബാക്കി ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി ഉദയംപേരൂർ സുനഹദോസിനെതിരെ പ്രതിഷേധമർപ്പിച്ചാണ് കൂനൻ കുരിശ് സത്യം എന്ന സംഭവം നടന്നത്. സുനഹദോസ് കഴിഞ്ഞ് ഏതാണ്ട് 50 വർഷത്തിന് ശേഷമാണ് ഈ പ്രതിഷേധാർഹമായ സംഭവം നടന്നത് എന്നോർക്കുക. അതായത് കൃത്യമായി പറഞ്ഞാൽ 54 വർഷത്തിന് ശേഷമാണ് കൂനൻ കുരിശ് സത്യം എന്ന സംഭവം നടന്നത് എന്ന് ഓർത്തു വെക്കുക.
ഇപ്രകാരമുള്ള 150 സീക്വൻസുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് നിങ്ങളെ ഈസിയായി ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാൻ സഹായിക്കും. ഉദയംപേരൂർ സുനഹദോസും കൂനൻ കുറിച്ച് സത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളും റെയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ടാഗ് ചെയ്തിട്ടുള്ളത്. ഇത് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കേരള PSC പബ്ലിഷ് ചെയ്ത കേരള റിനൈസൻസ് എന്ന സിലബസിലെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 1 ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 സംഭവങ്ങളാണ്. ഓക്കെ, ലെറ്റ് us recap what we have studied till now. The following points are really important for Kerala PSC exams. Arrival of St. Thomas in AD 52, arrival of Vasco da Gama in Pantalayani in 1498, and he came in a ship called Sao Gabriel, the famous Synod of Damper in 1599, and the Coonan Cross Oath in 1653. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മലബാറിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇരുണ്ട നാളുകളായിരുന്നു. കേരളത്തിനുമേൽ മൈസൂർ ആക്രമണം, 1792 ശ്രീരംഗം ഉടമ്പടിയെ തുടർന്ന് മൈസൂർ പട മലബാറിൽ നിന്ന് പിൻവാങ്ങിയത്, 1798 കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ നിര്യാണത്തിനു ശേഷം ദുർബലരായ ബാലരാമവർമ്മ, ഗൗരി ലക്ഷ്മിബായി, ഗൗരി പാർവതിബായി തുടങ്ങിയവരുടെ തിരുവിതാംകൂർ ഭരണം, വേലുത്തമ്പിയുടെ കലാപം, പഴശ്ശി കലാപം തുടങ്ങിയവയെല്ലാം ഈ കാലയളവിൻ്റെ ആദ്യത്തെ 2 പതിറ്റാണ്ടിലാണ് മലയാളിയുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും ഇളക്കിമറിച്ചത്. ടിപ്പു സുൽത്താൻ്റെയും പഴശ്ശി രാജാവിൻ്റെയും വേലുത്തമ്പിയുടെയും പരാജയങ്ങളോടുകൂടി ബ്രിട്ടീഷുകാർ കേരളത്തെ മുഴുവൻ അടക്കിവാണ് അധിനിവേശ ചൂഷണം നിർബാധം തുടങ്ങി. മലബാറിൽ നേരിട്ടും തിരുവിതാംകൂറിലും കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരുടെ മറ പിടിച്ചുപോലും അവർ അധിനിവേശ വാഴ്ച തുടർന്നു. നാട്ടുരാജാക്കന്മാരുടെ ഒരു മറ ജനകീയ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അടവായി സ്വീകരിക്കുമ്പോഴും ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ പ്രതിനിധികൾ നേരിട്ട് ദിവാൻ പദം മറ്റും പദവികളും ഉപയോഗിച്ച് ഭരണം നടത്താനും മടിച്ചിരുന്നില്ല. അങ്ങനെയാണ് 1811 മുതൽ 1814 വരെ കേണൽ ജോൺ മൺട്രോ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ പദം ഏറ്റ് തന്നിഷ്ടം പോലെ ഭരണം നടത്തിയത്. കേരളത്തിലെ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേണൽ മൺട്രോ ഒരു സുപ്രധാന കഥാപാത്രമാണ്. അദ്ദേഹമാണ് ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കേരളത്തിൽ അടിത്തറ പാകിയത്. പഴയ നാടുവാഴി സമ്പ്രദായത്തിലുള്ള ഭരണവ്യവസ്ഥയെ ആധുനിക രീതിയിൽ നവീകരിക്കാൻ മൺട്രോയുടെ ഭരണകാലം ഉതകി. അതോടൊപ്പം തന്നെ താൻ രക്ഷാധികാരിയായിരുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയെയും ലണ്ടൻ മിഷൻ സൊസൈറ്റിയെയും അധിനിവേശത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും മൺട്രോ തന്റെ പദവി ഉപയോഗിച്ചു. സഭയിൽപ്പെട്ടതായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആയിരുന്നു CMSഉം LMSഉം എങ്കിൽ മലബാർ മേഖലയിൽ പ്രവർത്തനം നടത്തിവരുന്ന ബേസൽ മിഷൻ ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് സഭയോടാണ് കൂറു പുലർത്തിയത്. ഈ ചരിത്ര പശ്ചാത്തലത്തിലാണ് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ആംഗ്ലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സഭാ മിഷണറിമാർ കേരളത്തിൽ അവരുടെ നിലയുറപ്പിക്കാൻ ശ്രമം ആരംഭിച്ചത്. അങ്ങനെ CMS മിഷണറിമാരും LMS മിഷണറിമാരും ബേസൽ മിഷണറിമാരും കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ ക്രൈസ്തവരുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ഉത്ഭവത്തെക്കുറിച്ച് നാം ഒരു ലഘു അവലോകനം നടത്തിക്കഴിഞ്ഞു. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കേരള നവോത്ഥാനം അധ്യായം 1 നിങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെന്ന് തീർച്ച. 19-ാം നൂറ്റാണ്ടിലുള്ള ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകളാണ് പ്രധാനമായും നമ്മുടെ 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യത്തെ സബ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള എന്നതാണ്. ആദ്യമായി എന്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വിദ്യാലയങ്ങളും കൊണ്ടുവരാൻ തൽപരരായി എന്ന് പരിശോധിക്കാം. ഇതിനായി 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും കേരള ജനത എങ്ങനെയാണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. കേരള സമൂഹത്തിൻ്റെ അന്നത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ജാതി വ്യവസ്ഥയുടെ ശ്രേണികളായിരുന്നു അന്ന് കേരളത്തിൽ. നമ്പൂതിരി മേധാവിത്വം എന്ന ഫ്യൂഡൽ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലം. ഈ ഫ്യൂഡൽ സംവിധാനത്തിൻ്റെ താങ്ങും തണലുമായിട്ടായിരുന്നു ജാതി വ്യവസ്ഥ എന്നതുകൂടി പറയാം. രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനു പുറമെ ഐക്യത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിൽ പോലും സ്വതന്ത്രാവകാശങ്ങൾ നഷ്ടപ്പെട്ട ജനതയായിരുന്നു 18-ാം നൂറ്റാണ്ടിലെ കേരള ജനത.
സ്വതന്ത്രമായി വസ്ത്രം ധരിക്കാനോ മാറുമറയ്ക്കാനോ യാത്ര ചെയ്യാനോ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യവും പൂർണ്ണമായിരുന്നു. അങ്ങനെ കൊളോണിയലിസത്തിലും ജാതിശ്രേണിയിലും ദുരാചാരങ്ങളിലും ഇരുണ്ടുപോയ ഒരു സമൂഹമായിരുന്നു 18-ാം നൂറ്റാണ്ടിലെ കേരളം. എന്നാൽ 19-ാം നൂറ്റാണ്ട് പ്രതിരോധത്തിൻ്റെ കാലമായിരുന്നു. റിവോൾട്ട് ഓഫ് 1857-ഉം വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ, പഴശ്ശിരാജ തുടങ്ങിയവരുടെ കലാപങ്ങളും കേരളത്തിലെ കൊളോണിയലിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടി. ഇക്കാലത്തെ എല്ലാ പോരാട്ടങ്ങളിലും തോൽവിയായിരുന്നു ഫലം എങ്കിലും ചെറുത്തുനിന്നും തോൽപ്പിക്കുക എന്ന പുതിയ ചിന്താഗതി വളർന്നു വന്നു. ഈ സമയത്താണ് റാണി ലക്ഷ്മിഭായ് റീജന്റായി ഭരണമേൽക്കുന്നതും ദിവാനായി കേണൽ മൺട്രോ വരുന്നതും. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറിമാരെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അവരുടെ പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഭാഗമായി സംഘടിതമായ മതപ്രചാരണം നടത്തിയിരുന്നു. അതിനായി അവരെടുത്ത ആദ്യ ചുവടുവെപ്പ് സ്കൂളുകൾ തുടങ്ങുക എന്നതായിരുന്നു. മതപ്രചാരണത്തിനു പുറമെ ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥരെ കൂടി വാർത്തെടുക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനായി അവർ ഇംഗ്ലീഷ് പഠനവും ശാസ്ത്ര സാമൂഹിക പഠനവും സ്കൂളുകളിൽ ആരംഭിച്ചു. അങ്ങനെ പശ്ചിമ രാജ്യങ്ങളിൽ നിന്നും പുത്തൻ അറിവുകളും ആശയങ്ങളും കേരള ജനതയിൽ എത്തുന്നു. അവിടെ നിന്നെത്തിയ നവോത്ഥാനപരമായ ചിന്തകൾ കേരള ജനതയിൽ സ്വാതന്ത്ര്യബോധവും അവകാശബോധവും ഉണ്ടാക്കി. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ കേരള ജനതയെ മതപരിവർത്തനം ചെയ്യാനും ബ്രിട്ടീഷുകാർക്ക് അനുയോജ്യമായ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനും കൊണ്ടുവന്ന വിദ്യാലയങ്ങളും പാശ്ചാത്യ വിദ്യാഭ്യാസവും കൊളോണിയലിസ്റ്റ് ചിന്താഗതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങളുടെ വളർച്ചയ്ക്കും നവോത്ഥാന ചിന്താഗതിക്കും കാരണമായി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ കേരളീയന്റെ അറിവിനെയും ആശയങ്ങളെയും രൂപീകരിച്ച ഒരു ദിവ്യ സ്രോതസ്സായി ക്രിസ്ത്യൻ മിഷണറിമാർ പകർന്നുകൊടുത്ത വിദ്യാഭ്യാസം പരിണമിച്ചു. ഇതായിരുന്നു അന്നത്തെ കേരള ജനതയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിമോചനത്തിന്റെ അടിസ്ഥാനം. അടുത്തതായി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള എന്ന ടോപ്പിക്കിന്റെ കീഴിലായി നമുക്ക് കുറച്ച് ഫാക്ച്വൽ കണ്ടന്റ്സ് കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 17th സെഞ്ചുറിയിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കുറച്ചുകൂടി അഗ്രസീവ് നേച്ചർ ആയിരുന്നു. അത് 19th സെഞ്ചുറി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി നേച്ചറായി മാറി. അതായത് ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിമാർ വന്നതോടുകൂടി അതൊരു പീപ്പിൾ ഫ്രണ്ട്ലി നേച്ചറായി മാറി. അങ്ങനെ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കീഴിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് മിഷണറിമാരാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്നാമത്തത് ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS, രണ്ടാമത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS, മൂന്നാമത്തത് ബേസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ, നാലാമത്തത് സാൽവേഷൻ ആർമി. ആദ്യമായി സാൽവേഷൻ ആർമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിലെ ഒരു പ്രധാനപ്പെട്ട മിഷണറി ആയിരുന്നു WT റിങ്കിൾടാബ് എന്നത്. അദ്ദേഹം നാഗർകോവിലും ദക്ഷിണ തിരുവിതാംകൂറിലും 1806 മുതൽ 1816 വരെ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. സാൽവേഷൻ ആർമി PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ അടുത്ത നമ്മൾ പറയുന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS എന്നുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷണറിയാണ്. അവരുടെ പ്രധാന ഫംഗ്ഷനിങ് ഏരിയ എന്ന് പറയുന്നത് ട്രാവൻകൂർ കിങ്ഡത്തിന്റെ കീഴിലായിരുന്നു. അവരുടെ ആസ്ഥാനം എന്നത് നാഗർകോവിലായിരുന്നു. ദേ കോൺസെൻട്രേറ്റഡ് ദെയർ വർക്ക് എമംഗ് ദ ലോവർ കാസ്റ്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷണറി ആയിരുന്നു റെവറൽ മീഡ് എന്ന് പറയുന്നത്. ഈ മിഷണറിയുടെ കീഴിൽ റെവറൽ മീഡ് തന്നെ ട്രാവൻകൂർ കിങ്ഡത്തിന്റെ കീഴിൽ 1817 മുതൽ 1873 വരെ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. സോ ലണ്ടൻ മിഷണറി ട്രാവൻകൂർ കിങ്ഡം ഏരിയയിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അവരുടെ ആസ്ഥാനം നാഗർകോവിലാണെന്ന് മനസ്സിലാക്കുക. അന്നത്തെ കാലത്ത് 3 ജോഗ്രഫിക്കൽ ഏരിയാസ് ആയിട്ടായിരുന്നു കേരളത്തിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് ട്രാവൻകൂർ കിങ്ഡത്തിന്റെ കീഴിലും, രണ്ടാമത്തേത് കൊച്ചി കിങ്ഡത്തിന്റെ കീഴിലും, പിന്നെ മലബാർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 റീജിയൻസ് ആയിട്ടായിരുന്നു കേരളത്തിനെ അന്ന് ഡിവൈഡ് ചെയ്തിരുന്നത്. സോ അതിൽ ട്രാവൻകൂർ കിങ്ഡത്തിന്റെ കീഴിലാണ് LMS അഥവാ ലണ്ടൻ മിഷണറി സൊസൈറ്റി വർക്ക് ചെയ്തത് എന്ന് ഓർത്തു വെക്കുക. കോട്ടയം ആസ്ഥാനമാക്കിയിട്ടുള്ള ചർച്ച് മിഷൻ സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. They were functioning mainly in Cochin Kingdom areas and they did their missionary work among Syrian Christians. നേരത്തെ നമ്മൾ LMS മിഷണറിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വർക്ക് കൂടുതലായിട്ടും ലോവർ കാസ്റ്റ് പീപ്പിൾ ആയിരുന്നു. എന്നാൽ ഇവർ പ്രത്യേകമായി സിറിയൻ ക്രിസ്ത്യൻസിനെ ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. സിറിയൻ ക്രിസ്ത്യൻസ് എന്നുദ്ദേശിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനികളാണ്. ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷണറി ആയിരുന്നു റെവറൽ J. ഡോസൺ എന്നത്. അദ്ദേഹം മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സെറ്റപ്പ് ചെയ്യുകയുണ്ടായി 1818.
with the financial aid from Cochin government. Church Mission Society also started a school for girl children in Alappuzha before 1825. അതായത് കേരളത്തിലെ പെൺകുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്കൂൾ CMS മിഷനറിയുടെ കീഴിൽ 1825 പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഇത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമാണ്. നമ്മൾ പറഞ്ഞു 19ാം നൂറ്റാണ്ടിലെ കെടുതികളെപ്പറ്റി. അതിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കീഴ്വഴക്കം തെറ്റിച്ചാണ് ചർച്ച് മിഷൻ സൊസൈറ്റി 1825 ആലപ്പുഴയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു സ്കൂൾ സ്ഥാപിച്ചത്. ആൻഡ് ദ ഡെവലപ്മെന്റ്സ് വെർ മെയിൻലി ഫോക്കസ്ഡ് ഇൻ കോട്ടയം ഏരിയാസ്. അതായത് മധ്യ കേരള അഥവാ കോട്ടയം റീജിയനിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നത്. സോ LMS നേരത്തെ നമ്മൾ പറയുകയുണ്ടായി തിരുവിതാംകൂർ റീജിയനിലാണെന്ന്. അതായത് സൗത്ത് കേരള ഭാഗത്താണ് കൂടുതൽ LMS മിഷണറിയും മധ്യ കേരള ഭാഗത്താണ് കൂടുതൽ ചർച്ച് മിഷണറിയും എന്ന് ഓർക്കുക. കൂടാതെ തന്നെ 1821 കോട്ടയത്ത് അവർ ഒരു ഗ്രാമർ സ്കൂളും തുടങ്ങുകയുണ്ടായി. അങ്ങനെ മലയാള ഭാഷയ്ക്ക് തന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്ന ഒരു മിഷണറിയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷണറിമാരുടെ പേരുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബെഞ്ചമിൻ ബെയ്ലി, ബേക്കർ ആൻഡ് ഫെൻ എന്നുള്ളവരാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ്. അതിൽ ബെഞ്ചമിൻ ബെയ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക സ്ലൈഡ് നമ്മൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ LMSഉം CMSഉം നമ്മൾ മെൻഷൻ ചെയ്തു. LMS സൗത്ത് കേരള ഏരിയസിലായിരുന്നു, അതായത് ട്രാവൻകൂർ ഏരിയസിലായിരുന്നു എന്ന് ഓർക്കുക. എന്നാൽ CMS അതായത് ചർച്ച് മിഷൻ സൊസൈറ്റീസ് കോട്ടയം ഏരിയസിലാണ് കൂടുതൽ പ്രവർത്തനം നടത്തിയത് എന്നതുകൂടി ആലോചിച്ച് വെക്കുക. അതായത് മധ്യ കേരള ഏരിയാസിലാണ് ഇവരുടെ പ്രവർത്തനം കൂടുതൽ നടന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ കോട്ടയം ജില്ലക്കാരാണെങ്കിൽ അവിടെ CMS മിഷണറിമാരുടെ ഒരു സ്കൂളെങ്കിലും കാണും. അതേപോലെ തന്നെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, കൊല്ലം തിരുവിതാംകൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ LMS മിഷണറിമാരുടെ സ്കൂളുകളാണ് കാണാൻ കഴിയുക. അടുത്തതായി മലബാർ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ബേസൽ മിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസൽ മിഷൻ അഥവാ ബേസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇവർ ഫംഗ്ഷനിങ് മെയിൻലി ഇൻ മലബാർ ഏരിയാസ് ഫ്രം 1834. അവരുടെ ആസ്ഥാനം തലശ്ശേരി ആയിരുന്നു. അവർ 1848 കല്ലായി, അതായത് കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് കല്ലായി, അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചിരുന്നു. 1856 തലശ്ശേരിയിൽ അവർ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിരുന്നു. ബേസൽ മിഷന്റെ കീഴിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷണറിയുടെ പേരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം ഒരു ജർമ്മൻ സ്കോളർ ആയിരുന്നു. കേരളത്തിൽ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്കിടയിൽ നിന്ന് നമുക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻ തന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹത്തിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയി ഒരു സ്ലൈഡ് ഈ ഒരു അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ പ്രധാനമായും 3 മിഷണറീസ് ഡിസ്കസ് ചെയ്തു. ആദ്യമായി LMS, രണ്ടാമത് CMS, മൂന്നാമത് ബേസൽ മിഷൻ. ഓരോ മിഷന്റെ കീഴിലുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷണറിമാരെയും കൂടെ നോട്ട് ചെയ്യുക. LMSന്റെ കീഴിലുള്ള ഒരു ഫേമസ് മിഷണറി ആയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി എന്ന് ഓർക്കുക. എന്നാൽ ബേസൽ മിഷന്റെ കീഴിലുള്ള ഒരു ഫേമസ് മിഷണറിയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് ഓർക്കുക. ബേസൽ മിഷൻ മലബാർ ഭാഗത്താണ് പ്രവർത്തനം നടത്തിയത് എന്ന് ഓർക്കാനും എളുപ്പമാണ്. അതായത് മലബാർ ഏരിയയിൽ കാണപ്പെടുന്ന സ്കൂളുകളാണ് BEM സ്കൂൾ എന്ന് പറയുന്നത്. BEM എന്ന സ്കൂളുകൾ കോഴിക്കോടും കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആണ്. BEM സ്റ്റാൻഡ്സ് ഫോർ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ്. സോ ബേസൽ മിഷൻ മലബാർ റീജിയനിലാണ് പ്രവർത്തനം നടത്തിയത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇത്രയുമാണ് നിങ്ങൾ ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ ആൻഡ് ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സബ് ടോപ്പിക്കിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള PSC എക്സാമുകളിൽ മുൻപ് ചോദിച്ചു കണ്ടിട്ടുള്ള പോയിന്റ്സുകൾ ബോൾഡ് ലെറ്റേഴ്സായി കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് KAS പോലെയുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ശ്രദ്ധിക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ മെയിൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കേരള അഫയേഴ്സ് എന്ന പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. Which are the various Christian missionaries prevailed in Kerala during 19th century? What are their contributions to the Renaissance in Kerala society, especially in terms of education? സോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഇൻഫർമേഷൻ വെച്ച് സംഗ്രഹിച്ച് എഴുതാവുന്നതാണ്.
KS പോലുള്ള മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് സ്റ്റൈലാണ് വേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക. സോ നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ചും വിദേശ മിഷണറിമാരുടെ വൈജ്ഞാനിക സംഭാവനകൾ സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വഴി 19-ാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നും അത് അവരിൽ എങ്ങനെ നവോത്ഥാന ചിന്തകൾ ഉണർത്താൻ ഹേതുവായി എന്നതാണ് ഒന്നാം ഭാഗം പ്രതിപാദിക്കുന്നത്. നമുക്കിനി മൊഡ്യൂൾ 1 സിലബസിന്റെ അടുത്ത സബ് ഹെഡിങ്ങിലോട്ട് പോകാം. ക്രിസ്ത്യൻ മിഷണറീസ് ആൻഡ് ഫൗണ്ടിങ് ഓഫ് പ്രിന്റിംഗ് പ്രസ്സസ് എന്നാണ് ഈ ടോപ്പിക്കിന്റെ പേര്. പോർച്ചുഗീസ് മിഷണറിമാരാണ് ആദ്യമായി കേരളത്തിൽ അച്ചടി സമ്പ്രദായം കൊണ്ടുവന്നത്. അത് കേരള സമൂഹത്തിൽ തന്നെ അടിസ്ഥാനപരമായ ഒരു പരിവർത്തനത്തിന്റെ വഴിത്തിരിവായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്കുള്ള പോഷക ഘടകങ്ങളായി അവ മാറി. അത് പിന്നീട് ഭാഷയിലൂടെയും സാഹിത്യത്തിലൂടെയുമുള്ള നവോത്ഥാനത്തിന് വഴിതെളിയിച്ചു. 16-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ അച്ചടി സമ്പ്രദായം ഉടലെടുക്കുന്നത്. 1577 കൊച്ചിയിലും വൈപ്പിൻകോട്ടയിലും പോർച്ചുഗീസുകാർ അച്ചടിശാലകൾ സ്ഥാപിച്ചു. ക്രിസ്തുമത ഗ്രന്ഥങ്ങളായിരുന്നു ഇവയിലെല്ലാം പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ അവ മലയാളത്തിലായിരുന്നില്ല, മറിച്ച് തമിഴ് ടൈപ്പുകളാണ് അതിനുപയോഗിച്ചിരുന്നത്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച് കാണുന്നത് 1678-നും 1703-നും ഇടയ്ക്ക് ഡച്ച് നേതൃത്വത്തിൽ ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ദ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും KS എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകം. സോ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പദത്തിനർത്ഥം കേരളോദ്യാനം എന്നതാണ്. കേരളത്തിലെ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള ഈ ഗ്രന്ഥം ലത്തീൻ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എങ്കിലും അറബി, സംസ്കൃതം, മലയാളം എന്നീ മറ്റു ഭാഷകളിലും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 500 പേജ് വീതമുള്ള 12 വാള്യങ്ങളായിട്ടാണ് ആംസ്റ്റർഡാമിൽ നിന്നും ഇത് പ്രസിദ്ധീകരിച്ചത്. 794 മനോഹര ചിത്രങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ആദ്യ വാള്യം പ്രസിദ്ധീകരിച്ചത് 1678-ലാണെങ്കിൽ ഒടുവിലത്തേത് 1703-ലും പ്രസിദ്ധീകരിച്ചു. നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ ഒരു മഹത്തായ കോൺട്രിബ്യൂഷനാണ് ദ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകമെന്ന്. കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണം പല കാര്യങ്ങളിലും പോർച്ചുഗീസുകാരുടേതിൽ നിന്നും സ്വാഗതാർഹമായ വ്യത്യസ്തത പുലർത്തിയിരുന്നു. കാപട്യവും അഴിമതിയും വശമാക്കിയിരുന്നവരെയായിരുന്നു പോർച്ചുഗീസുകാർ തങ്ങളുടെ ഇന്ത്യൻ കോളനികളെ ഭരിക്കാൻ അയച്ചത്. എന്നാൽ ഡച്ചുകാർ അഴിമതിയില്ലാത്ത സൽസ്വഭാവികളായ കുലീനരുമായ ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങോട്ട് അയച്ചത്. കൊച്ചി ആസ്ഥാനമാക്കി ഒരു ഡച്ച് ഗവർണറും അദ്ദേഹത്തിന്റെ കൗൺസിലുമാണ് കേരളത്തിലുള്ള ഡച്ച് പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത്. അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖനായ ഡച്ച് ഗവർണർമാരിൽ ഒരാളായിരുന്നു വാൻ റീഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബഹുമാന്യമായ ഒരു സ്ഥാനമാണ് കേരളത്തിലെ ഡച്ച് ഗവർണർമാരിൽ ഉള്ളത്. അദ്ദേഹം ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ രചനയിൽ വ്യക്തിപരമായ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. പ്രധാന സഞ്ചാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നാമത്തിന് ഗ്രന്ഥത്തിലും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. തദ്ദേശീയരും വിദേശികളുമായ പല പണ്ഡിതന്മാരിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് ഈ പുസ്തകത്തിനുണ്ട്. ചേർത്തലയിൽ നിന്നുള്ള കൊല്ലാട്ട് ഇട്ടി അച്യുതൻ എന്ന ഈഴവ വൈദ്യന്റെയും കോൺട്രിബ്യൂഷൻ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഭാരതീയ സസ്യജാലത്തെക്കുറിച്ചുള്ള ഒരു വിപുല പഠനം എന്നതിലപ്പുറം ആ ഗ്രന്ഥത്തിന്റെ ചില പ്രത്യേകതകൾ അതിന് ഒരു അനന്യ സ്വഭാവം കൈവരുത്തുന്നു. സസ്യങ്ങളുടെ വിവരണങ്ങൾ ലത്തീൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അറബി, സംസ്കൃതം, മലയാളം എന്നീ മറ്റു ഭാഷകളും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മിക്ക ചെടികളുടെയും വിവരണങ്ങളോടൊപ്പം ഓരോന്നിന്റെയും ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളും ചേർത്തിട്ടുണ്ട്. ഇവയുടെ പേരുകൾ മുൻപറഞ്ഞ എല്ലാ ഭാഷകളിലും നൽകിയിട്ടുണ്ട്. ഇവയുടെ സമാഹാരത്തിന് പ്രാദേശിക പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവരവരുടെ പ്രസ്താവനകളായി തന്നെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഇട്ടി അച്യുതന്റേത് മലയാളത്തിലുമാണ്. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. അച്ചടിയുടെ ചരിത്രത്തിൽ മലയാളം ലിപിയിൽ ആദ്യമായി അച്ചുകൾ നിരത്തി മുദ്രണം ചെയ്യപ്പെട്ടത് ഇട്ടി അച്യുതന്റെ പ്രസ്താവനകളാണ്. ഇത്രയും കാര്യങ്ങൾ ഹോർത്തൂസ് മലബാറിക്കൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക. വീണ്ടും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. 16-ാം നൂറ്റാണ്ടിൽ തന്നെ വിദേശ ക്രിസ്ത്യൻ മിഷണറിമാർ ഡിക്ഷണറികളും ഗ്രാമർ ടെക്സ്റ്റുകളും എഴുതിയിരുന്നു. 1699-ൽ കേരളത്തിൽ വന്ന ജർമ്മൻ മിഷണറിയായ
അർണോസ് പാതിരി 16-ാം ശതകത്തിന്റെ ആരംഭകാലത്ത് മലയാളത്തിൽ ഒരു വ്യാകരണവും നിഘണ്ടുവും എഴുതിയുണ്ടാക്കി. പക്ഷേ ആ ഡിക്ഷണറിയുടെ പരിവർത്തനം ഇംഗ്ലീഷിലോട്ടായിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ KSന്റെ പ്രിലിംസ് അല്ലെങ്കിൽ മറ്റു PSC എക്സാമുകൾക്ക് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അർണോസ് പാതിരി എന്നാണ് ഉത്തരം. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി അഥവാ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അർണോസ് പാതിരി അല്ല. അതിലോട്ട് നമുക്ക് പിന്നീട് വരാം. അടുത്തതായി 1712 ആഞ്ചലോ ഫ്രാൻസിസ് ഒരു മലയാള ലഘു വ്യാകരണം എഴുതുകയുണ്ടായി. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മലയാളം ഗ്രാമർ ടെക്സ്റ്റ്. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഫാദർ ക്ലെമന്റ് മലയാള ഭാഷാ പഠനത്തിന് വിദേശ മിഷണറിമാരെ സഹായിക്കാൻ വേണ്ടി പുസ്തക രൂപത്തിലുള്ള ഒരു മലയാള നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തി. അദ്ദേഹം തന്നെ നിർമ്മിച്ചതും 1772 റോമിൽ നിന്നും പ്രകാശനം ചെയ്തതുമായ സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യാവസാനം മലയാളം അച്ചുപയോഗിച്ച് ഒന്നാമതായി മുദ്രണം ചെയ്ത മലയാള പുസ്തകം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായി മലയാളം അച്ചടിച്ച് കണ്ട പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇട്ടി അച്യുതൻ വൈദ്യരുടെ പ്രസ്താവനകളും സസ്യജാലങ്ങളുടെ പേരും മാത്രമാണ് മലയാള ഭാഷയിൽ ഹോർത്തൂസ് മലബാറിക്കസിൽ എഴുതിയിരുന്നത്. എന്നാൽ കംപ്ലീറ്റായി, അതായത് ആദ്യാവസാനം വരെ മലയാള ഭാഷ മുദ്രണം ചെയ്ത ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നീട് 18-ാം ശതകത്തിന്റെ അവസാനത്തിലും 19-ാം ശതകത്തിന്റെ പ്രാരംഭത്തിലും കൂട്ടം കൂട്ടമായി കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും മലയാള ഭാഷയെ ഗൗരവബുദ്ധിയ പഠിക്കുകയുണ്ടായി. അങ്ങനെ 1820 ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ കീഴിൽ നാഗർകോവിലിൽ ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ആ പ്രസ്സിൽ പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളിലും തമിഴിലായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുക. പിന്നീട് റവറന്റ് ബെഞ്ചമിൻ ബെയ്ലി 1821 കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് CMS പ്രസ് എന്ന ഒരു വിവരം ഓർക്കുക. അതായത് ആദ്യമായി മലയാളത്തിൽ മാത്രം അച്ചടിച്ചു തുടങ്ങിയ പ്രസ്സാണ് CMS പ്രസ്. മുന്നേ നമ്മൾ LMS പ്രസ് നാഗർകോവിലിൽ ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. എന്നാൽ അവ തമിഴ് ആയിരുന്നു പുസ്തകങ്ങൾ അടിച്ചിരുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. സോ കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് CMS പ്രസ് കോട്ടയമാണ് ആൻഡ് സ്റ്റാർട്ടഡ് ബൈ ബെഞ്ചമിൻ ബെയ്ലി. അവിടെ നിന്ന് ധാരാളം മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ 1846 ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. പ്രത്യേകം ഓർക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ കീഴിൽ CMS പ്രസിൽ നിന്നും പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1847 ബേസൽ മിഷണറിമാരുടെ കീഴിൽ ഇല്ലിക്കുന്ന് പ്രസ് സ്ഥാപിക്കുകയുണ്ടായി. ഹെർമൻ ഗുണ്ടട്ടായിരുന്നു ഈ ഒരു പ്രസിന്റെ സ്ഥാപകൻ. അവിടെ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. ക്രിസ്ത്യൻ മിഷണറിമാർ നിർമ്മിച്ച നിഘണ്ടുകളിൽ ഏറ്റവും മികച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആയിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് 1872 പ്രത്യേകം ഓർക്കുക. അതായത് ഫസ്റ്റ് മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഹെർമൻ ഗുണ്ടട്ട് പ്രസിദ്ധീകരിച്ചത്. ഫസ്റ്റ് ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി പ്രസിദ്ധീകരിച്ചതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതൊരു കൺഫ്യൂസിംഗ് ഫാക്റ്റ് ആണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടട്ട് എന്ന് നമ്മൾ മുമ്പും പറഞ്ഞതാണ്. സോ അദ്ദേഹമാണല്ലോ കുറച്ചുകൂടി പണിപ്പെട്ട് ഡിക്ഷണറി ഉണ്ടാക്കി കാണുക. തെറ്റിദ്ധരിക്കരുത്. നേരത്തെ പറഞ്ഞ കൺഫ്യൂസിംഗ് ഫാക്റ്റ് ഓർമ്മിക്കാനാണ് ഈ ഊടുവഴി. നമുക്കറിയാം മലയാളം ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യാനാണ് പ്രയാസം എന്നത്. നേരെ മറിച്ച് ഇംഗ്ലീഷ് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സോ നമുക്ക് വേണ്ടി കൂടുതൽ കഷ്ടപ്പെട്ട് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ടാക്കിയത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ക്രിസ്ത്യൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടട്ടാണെന്ന് പ്രത്യേകം ഓർക്കുക. കുറച്ചുകൂടി എളുപ്പപ്പണി നോക്കിയത് ബെഞ്ചമിൻ ബെയ്ലി ആണെന്നും ഓർത്തു വെക്കുക. ബെഞ്ചമിൻ ബെയ്ലി നമ്മളോടെല്ലാം പൊറുക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ 1872 ആദ്യത്തെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി ഹെർമൻ ഗുണ്ടട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അടുത്തതായി നമ്മൾ ഈ ടോപ്പിക്കിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്ത കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഒന്നുകൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യാം. The first Malayalam dictionary was prepared by Arnos Padri, who was a German missionary at the beginning of 16th century. And please note that this dictionary was not conversion to English. And the second point is, the first book where Malayalam was seen printed is Hortus Malabaricus, which was printed in Amsterdam of Netherlands.
The first volume of the book is released in 1678, and please note that Samkshepa Vedartham is the first complete Malayalam book to be published which used purely Malayalam imprints, and it was published from Rome in 1772, and it was prepared by Father Clement. The first Malayalam grammar text was prepared by Dr. Angelos Francis in 1712. And the last 2 points are: the first English to Malayalam dictionary was published by Benjamin Bailey in 1846, and the first Malayalam to English dictionary was prepared by Herman Gundert in 1872. Please take note all these points, which are really important for KS prelims as well as all the PSC examinations. അടുത്തതായി കേരള PSC എക്സാമിന് പല പ്രാവശ്യമായി ചോദിച്ചു കണ്ടിട്ടുള്ള 2 പ്രസ്സുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് CMS പ്രസ് കോട്ടയവും രണ്ടാമത്തേത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സുമാണ്. നമുക്ക് ആദ്യമായി കോട്ടയത്തെ CMS പ്രസ്സിനെ കുറിച്ച് നോക്കാം. കോട്ടയം ജില്ലയിലെ ചളുകുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് CMS പ്രസ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1821 ബൈ റെവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി, എ CMS മിഷണറി ഫ്രം ബ്രിട്ടൻ. സോ റെവറൻഡ് ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിൽ ആദ്യമായി ഒരു മലയാള പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പോളിഗ്ലോട്ട് പ്രിന്റിംഗ് ഓഫീസ് ആസ് വെൽ ആസ് ദ ബുക്ക് പബ്ലിഷിംഗ് ഹൗസ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ബഹുഭാഷാ പ്രിന്റിംഗ് ഓഫീസും ആദ്യത്തെ ബുക്ക് പബ്ലിഷിംഗ് ഹൗസും CMS പ്രസ്സാണ് എന്നതാണ് ഇതിൻ്റെ മീനിങ്. കേരളത്തിൽ പബ്ലിഷ് ചെയ്ത മൂന്നാമത്തെ പത്രവും ട്രാവൻകൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പത്രവുമായ ജ്ഞാനനിക്ഷേപം ആദ്യമായി പ്രസിദ്ധീകരണം ആരംഭിച്ചത് CMS പ്രസ്സിലാണെന്ന് ഓർക്കുക. ഇത് 1848 പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നുകൂടി ഓർക്കുക. അതായത് 1847 കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് CMS പ്രസ്സിൽ നിന്നാണ് കേരളത്തിലെ മൂന്നാമത്തെ പത്രവും തിരുവിതാംകൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആദ്യത്തെ പത്രവുമായ ജ്ഞാനനിക്ഷേപം പബ്ലിഷ് ചെയ്തത് എന്ന് പ്രത്യേകം ഓർക്കുക. മലയാളത്തിലെ ആദ്യത്തെ ബുക്ക് പ്രിന്റ് ചെയ്തതും CMS പ്രസ്സിൽ നിന്നാണ്. ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതും ബെഞ്ചമിൻ ബെയ്ലി തന്നെയായിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇൻ 1824 ഫ്രം CMS പ്രസ്. ക്രിസ്തുമതക്കാരുടെ വേദപുസ്തകമായ ബൈബിളിന്റെ കംപ്ലീറ്റ് മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തതും CMS പ്രസ് കോട്ടയത്തിൽ നിന്നാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. CMS പ്രസ്സിൽ നിന്നും 1867 WH മൂർ എന്ന ഇംഗ്ലീഷുകാരൻ ആരംഭിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂർ ദിവാൻ മാധവൻ നായരുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചും നടത്തിയ നിശിതമായ വിമർശനങ്ങൾ കാരണം പത്രം നിരോധിക്കപ്പെട്ടു. കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമായിരുന്നു സന്ദിഷ്ടവാദി എന്ന് പ്രത്യേകം ഓർക്കുക. സോ ഇത്രയും കാര്യങ്ങൾ CMS പ്രസ്സിനെ സംബന്ധിച്ച് KSന്റെ പ്രിലിംസ് എക്സാമിനേഷനും മറ്റു കേരള PSC എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി മലയാള ജേർണലിസത്തിന്റെ ജന്മഗൃഹമായ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നോർത്തേൺ കേരളയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ കീഴിലായിരുന്നു ഈ പ്രസ് എന്നതുകൂടി പ്രത്യേകം ഓർക്കുക. ഹെർമൻ ഗുണ്ടട്ട് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു ജർമ്മൻ സ്കോളർ ആയിരുന്നു. ബേസൽ മിഷണറിയുടെ കീഴിലായിരുന്നു അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്നത്. ഇല്ലിക്കുന്ന് ബംഗ്ലാവിലായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് താമസിച്ചിരുന്നത് എന്നതുകൂടി പ്രത്യേകം ഓർക്കുക. മലയാള ഭാഷയിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്ന് തന്നെയാണ്. 1847 ജൂണിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച രാജ്യസമാചാരം 1850 ഡിസംബർ വരെ 42 ലക്കങ്ങൾ പുറത്തിറക്കി. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചിരുന്നത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് തന്നെയായിരുന്നു. 1847 ഒക്ടോബർ മാസത്തിലായിരുന്നു അവ പ്രസിദ്ധീകരിച്ചത്. പശ്ചിമോദയം തന്നെയാണ് കേരളത്തിലെ ഫസ്റ്റ് സയൻസ് മാഗസിൻ എന്ന് അറിയപ്പെടുന്നതും. പത്രങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ വരുന്ന മൊഡ്യൂൾസിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ തൽക്കാലം ഇത്രമാത്രം ഓർമ്മിക്കുക. ഈ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് 1847 ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഇത് പലപ്പോഴും PSCക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുന്നെയാണ് നമ്മുടെ മലയാള ജേർണലിസത്തിന്റെ ചരിത്രം തുടങ്ങിയത് എന്ന് ആലോചിച്ച് വെക്കുക. അതായത് 1847 രാജ്യസമാചാരവും പശ്ചിമോദയവും പുറത്തിറങ്ങിയത്.
നമുക്കിനി 1-ാം അധ്യായത്തിലെ അവസാന ടോപ്പിക്കിലേക്ക് കടക്കാം. ഫൗണ്ടിങ് ഓഫ് ഫാക്ടറീസ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് കേരളത്തിൽ ഫാക്ടറികൾ ബ്രിട്ടീഷുകാർ സ്ഥാപിക്കാൻ തുടങ്ങിയത്. ആൻഡ് ദാറ്റ് മാർക്ക് ദ സ്റ്റാർട്ട് ഓഫ് മെഷീൻ ഏജ് ഇൻ കേരള. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നിയന്ത്രണത്തിലായിരുന്നു ഈ ഫാക്ടറികൾ കേരളത്തിൽ സ്ഥാപിച്ചിരുന്നത്. ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ സ്ഥാപിച്ചത്. നമ്മുടെ രാജ്യത്ത് ലഭ്യമായ കുറഞ്ഞ നിരക്കിലുള്ള കൂലിവേലയും തുച്ഛമായ വിലയ്ക്ക് വാങ്ങാവുന്ന അസംസ്കൃത വസ്തുക്കളുമായിരുന്നു അതിന് പ്രചോദനമായത്. കൂടാതെ ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് വിപണന സാധ്യതയും വേണ്ടുവോളം ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൽ കാണപ്പെടുന്ന തേയില, കോഫി, ജൂട്ട്, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ ലോകമെമ്പാടും ഡിമാൻഡുള്ള വിശിഷ്ട വസ്തുക്കളായിരുന്നു. ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാരെ കേരളത്തിൽ ഫാക്ടറികൾ സ്ഥാപിപ്പിക്കാൻ കാരണമായത്. ഈ ഒരു അവസരത്തിലും ബ്രിട്ടീഷുകാർ അവരുടെ കീഴിൽ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ ജനപ്രീതിയെ മുതലെടുത്തു. അങ്ങനെ മിഷണറിമാർ വഴി തന്നെ ഈ ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള വർക്കിംഗ് ക്ലാസ്സിനെ ലഭിക്കുകയുണ്ടായി. മിഷണറിമാരുടെ കീഴിൽ വിദ്യാലയങ്ങൾക്കും അച്ചടിശാലകൾക്കും പുറമെ ഫാക്ടറികളും കമ്പനികളും വന്നു തുടങ്ങി. അങ്ങനെ 1862 എസ്റ്റേറ്റ് അഗ്രികൾച്ചറിന് തുടക്കമായി. തേയില, കാപ്പി, റബ്ബർ മുതലായ നാണ്യവിളകളുടെ തോട്ടങ്ങൾ കേരളത്തിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഇടുക്കിയിലും വയനാട്ടിലുമായിരുന്നു ഇവ കൂടുതലും. ബേസൽ മിഷണറിമാരുടെ കീഴിൽ മലബാറിൽ ടൈൽ ഫാക്ടറിയും നെയ്ത്ത് ഫാക്ടറിയും ഡൈ ഫാക്ടറികളും സ്ഥാപിക്കുകയുണ്ടായി. കോഴിക്കോട്ടും കണ്ണൂരും കൈത്തറിശാലകളും സ്ഥാപിച്ചു. കാരപ്പുറം മിഷന്റെ കീഴിൽ അയർലൻഡുകാരനായ ജെയിംസ് ദാര ചേർത്തലയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. ഈ വക ഫാക്ടറികളെല്ലാം സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അങ്ങനെ കേരളത്തിൽ തുടങ്ങിയ ഫാക്ടറികൾക്കും കമ്പനികൾക്കും സാമ്പത്തിക സഹായങ്ങൾ നൽകാനായി ബ്രിട്ടീഷുകാർ ബാങ്കുകൾ സ്ഥാപിച്ചു. അതിൻ്റെ പ്രവർത്തനവും ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെയായിരുന്നു. പക്ഷേ കാലക്രമേണ കേരളീയരും ബാങ്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 1899 അപ്പു നെടുങ്ങാടി കോഴിക്കോട് ആസ്ഥാനമാക്കി ഒരു സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചു. അതാണ് കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക്. ദക്ഷിണേന്ത്യയിലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യ ബാങ്കായിരുന്നു നെടുങ്ങാടി ബാങ്ക്. 1913 നെടുങ്ങാടി ബാങ്കിനെ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുകയും അപ്പു നെടുങ്ങാടി അതിന്റെ ഡയറക്ടറായി സ്ഥാനമേൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 1888 കേരളക്കാരടങ്ങിയ ആദ്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായ മലയാള മനോരമ പ്രത്യക്ഷപ്പെട്ടു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കീഴിൽ 100 രൂപ വീതം 100 ഓഹരികളായി 10,000 രൂപ അധികൃത മൂല്യമുള്ള ഒരു ഏകീകൃത മൂലധന സ്ഥാപനമായി മലയാള മനോരമ പ്രവർത്തനം ആരംഭിച്ചു. 1890 മലയാള മനോരമ പത്രവും പ്രസിദ്ധീകരണം ആരംഭിച്ചു. അതുകൂടാതെ 1891 കേരള ഭൂഷണ കമ്പനിയും നിലവിൽ വന്നു. പരവൂർ കേശവനാശാന്റെ കീഴിൽ സുജന നന്ദിനി എന്ന പത്രവും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ കേരള സമൂഹത്തിലേക്ക് ലോക്കൽ ഓൺട്രപ്രണേഴ്സ് ആൻഡ് മോഡേൺ വർക്കിംഗ് ക്ലാസ് എന്ന 2 നവസാമൂഹിക സാമ്പത്തിക ശ്രേണികൾ കടന്നു വരികയുണ്ടായി. പുതിയ സാങ്കേതിക വിദ്യയുടെയും നവീന ചിന്താഗതിയുടെയും ഫലമായി പുതിയൊരു സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ കേരളത്തിൽ രൂപപ്പെടുന്നു. അങ്ങനെ പുതിയ സാമൂഹിക ബന്ധങ്ങളും ആശയങ്ങളും വേറിട്ടൊരു വീക്ഷണഗതിയിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടുപോയി. അത് കേരള നവോത്ഥാനത്തിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ അധ്യായം 1 കേരള PSC നിർദ്ദേശിച്ചിട്ടുള്ള കംപ്ലീറ്റ് സിലബസും നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. അടുത്തതായി കേരള PSC എക്സാമിന് മുന്നേ പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതും KS പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും ചോദിക്കാൻ വളരെയധികം സാധ്യതയുമുള്ള 2 ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടും ബെഞ്ചമിൻ ബെയ്ലിയുമാണ് ഈ 2 മിഷണറിമാർ. ആദ്യമായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാം. കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഈ ചർച്ച എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള ചരിത്രത്തിനും കേരള സമൂഹത്തിനും കൂടാതെ മലയാള ഭാഷയ്ക്കും ഹെർമൻ ഗുണ്ടർട്ട് ചെയ്തിട്ടുള്ള സമഗ്ര സംഭാവനകളാണ് നാം ഇന്നിവിടെ ഊന്നൽ കൊടുക്കുന്നത്. അത് തന്നെയാണ് PSC അല്ലെങ്കിൽ KS എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ജർമ്മൻ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി ആയിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്.
1836 മിഷണറി പ്രവർത്തനങ്ങൾക്കായി ഗുണ്ടട്ട് ഇന്ത്യയിൽ വന്നത്. ഏകദേശം 18 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹം 1839 തലശ്ശേരി ആസ്ഥാനമാക്കി ബെയ്സൽ മിഷന്റെ ഒരു ശാഖ കേരളത്തിൽ സ്ഥാപിച്ചു. ഒടുവിൽ തലശ്ശേരിയുടെ പ്രാന്തപ്രദേശത്തുള്ള നിട്ടൂരിലെ ഇല്ലിക്കുന്നിൽ ഒരു കെട്ടിടം പണിത് അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങളും അതോടൊപ്പം സാഹിത്യപരമായ സൃഷ്ടികളും തുടരുകയുണ്ടായി. മലയാള സാഹിത്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് നൽകിയ സംഭാവനകൾ മികച്ചവയാണ്. മലയാള ഭാഷയുടെ ആത്മാവും കേരളീയരുടെ പ്രതിഭയും കണ്ടെത്തിയെന്ന് അവകാശപ്പെടാൻ അർഹതയുള്ള ചുരുക്കം ചില വിദേശികളിൽ ഒരാളാണ് അദ്ദേഹം. 1859 അദ്ദേഹം മലയാള ഭാഷാ വ്യാകരണം എന്ന മലയാളം ഗ്രാമർ ബുക്ക് ഉണ്ടാക്കുകയുണ്ടായി. അത് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായി അറിയപ്പെടുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 1712 ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. എന്നാൽ ഗുണ്ടട്ടിന്റെ ഗ്രാമർ ബുക്കിന്റെ അത്രയും ആധികാരികത അതിനില്ലായിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുണ്ടട്ടിന്റെ കൃതികളിൽ വെച്ച് അനശ്വരത നേടിയത് ഗുണ്ടട്ടിന്റെ നിഘണ്ടു എന്ന് പൊതുവെ അറിയപ്പെടുന്ന മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. മലയാള ഭാഷയെക്കുറിച്ച് സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആ നിഘണ്ടു നിർമ്മാണത്തിന് തുനിഞ്ഞത്. 1872 പ്രസിദ്ധപ്പെടുത്തിയ ആ നിഘണ്ടു 1/4 ശതാബ്ദകാലത്തെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. മലയാള പദങ്ങളുടെ ഉത്ഭവവും അർത്ഥവും പ്രയോഗവും എന്നിവ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനും ഈ ഡിക്ഷണറി നമുക്ക് പ്രത്യേകം സഹായിച്ചിട്ടുണ്ട്. 1 ശതാബ്ദം കഴിഞ്ഞു പോയിട്ടും ഇന്നും ഗുണ്ടട്ടിന്റെ നിഘണ്ടുവിന്റെ പ്രാമാണികത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആന്തരികമായ മേന്മ മൂലം നിഘണ്ടു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാതൃകയായി ഈ നിഘണ്ടു ഇന്നും ശോഭിക്കുന്നു. ക്രൈസ്തവരുടെ വേദപുസ്തകമായ ബൈബിളും ഹെർമൻ ഗുണ്ടട്ട് മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഗുണ്ടട്ടിന്റെ ക്രൈസ്തവ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പെടുന്നവയാണ് പഴയ നിയമം, പുതിയ നിയമം, വേദചരിത്രസാരം, സത്യവേദ ഇതിഹാസം, ക്രിസ്തുസഭാ ചരിത്രം, മതവിചാരണ, ദേവവിചാരണ, മനുഷ്യഹൃദയം തുടങ്ങിയവ. ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, കൂടാതെ അന്യമത ഗ്രന്ഥങ്ങളും ഗുണ്ടട്ട് പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. ഇത് അന്നത്തെ കേരളത്തിലെ സാമൂഹിക മതേതര സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അഭിനന്ദാർഹമായ ഒരു കാര്യമാണ്. മുഹമ്മദ് ചരിതം എന്ന പുസ്തകം അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഗദ്യകൃതിയാണ്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട നളചരിത പരിശോധന എന്ന പുസ്തകം പൗരാണിക കഥയായ ദമയന്തി ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഒരു ഗ്രന്ഥമാണ്. അതെഴുതിയതും ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണെന്ന് ഓർക്കുക. എന്തിന്, പഴഞ്ചൊൽ മാല എന്ന പഴഞ്ചൊല്ല് പുസ്തകം വരെ ഹെർമൻ ഗുണ്ടട്ടിന്റെ സംഭാവനയാണ്. പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പശുവിൻ പാലും കഴിക്കും എന്ന പഴഞ്ചൊല്ലാണ് അതിൽ ആദ്യമായി കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ഇല്ലിക്കുന്നിൽ നിന്നും പ്രസിദ്ധീകരിച്ച് കേരളത്തിൽ പത്രപ്രവർത്തനത്തിന്റെ വിത്ത് പാകിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമെന്നും പശ്ചിമോദയമാണ് രണ്ടാമത്തേത് എന്നും നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. മതപരവും മതേതരവുമായ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് ഹെർമൻ ഗുണ്ടട്ട് മലയാളത്തിൽ ഏകദേശം 21 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ക്രിസ്തുമതവും ഇസ്ലാം മതവും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പേരുകൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഹെർമൻ ഗുണ്ടട്ടിന്റെ ചരിത്ര നിർമ്മാണ രംഗത്തുള്ള സംഭാവനയെക്കുറിച്ച് നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും വളരെയധികം മതിപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിന്റെ ഉത്ഭവം, പഴമ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിലും ഗൗരവപൂർണമായ ഗവേഷണത്തിലും അദ്ദേഹം മുഴുകിയിരുന്നു. ഡോക്ടർ ഗുണ്ടട്ടിന്റെ ചില കൃതികൾ മലയാളത്തിലെ ചരിത്ര സാഹിത്യത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം മാർഗദർശനമരുളുന്ന കൃതിയാണ് കേരളപ്പഴമ. കേരള ചരിത്ര നിർമ്മാണ രംഗത്ത് മലയാള ഭാഷയിലുള്ള ആദ്യത്തെ പ്രധാന സംഭാവനയാണിത്. 1498 തൊട്ട് 1531 വരെയുള്ള കേരളത്തിലെ പോർച്ചുഗീസ് കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ബുക്ക് ചർച്ച ചെയ്യുന്നതെങ്കിലും പോർച്ചുഗീസ് വിവരണങ്ങളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഈ കൃതി മലയാള ഭാഷയിലെ ഗദ്യശൈലിയുടെ വളർച്ചയിലേക്കും കേരള ചരിത്രത്തിലെ വിവിധ വശങ്ങളിലേക്കും സ്വാഗതാർഹമായ വെളിച്ചം വീശുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ ആദ്യത്തെ മലയാള ഗ്രന്ഥമാണ് ഡോക്ടർ ഗുണ്ടട്ടിന്റെ മലയാള രാജ്യം എന്ന പുസ്തകം. 1870 ഇത് പ്രസിദ്ധീകരിച്ചത്.
അത് കേരളത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ എടുത്തുകാട്ടുന്നു. കേരളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ് കേരളോൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകം. ഹെർമൻ ഗുണ്ടറ്റ് രചിച്ചിട്ടുള്ള പ്രസിദ്ധമായ പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രങ്ങളുടെയും ലിസ്റ്റാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. കൂടാതെ മലയാള ഭാഷയിൽ വിരാമചിഹ്നങ്ങളും ചോദ്യചിഹ്നങ്ങളും നിർത്തൽ അടയാളങ്ങളും കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടട്ടാണെന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ജർമ്മൻ നോവലിസ്റ്റ് ഹെർമൻ ഹെസ്സെ എന്ന് പറയുന്ന വ്യക്തി ഒരു നോബൽ ലോറേറ്റ് ആണ് എന്ന് കൂടി കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി നമുക്ക് KS മെയിൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു മോക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ ഹേമൻ ഗുണ്ടട്ട് ഇൻ ഫൈൻ ട്യൂണിംഗ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബൈ കൺസർവിംഗ് ഇറ്റ്സ് റിച്ച് നേറ്റീവ് ക്യാരക്ടർ. ഓൾസോ ഡിസ്കസ് ഹൗ ഹിസ് കോൺട്രിബ്യൂഷൻ വാസ് വൈറ്റൽ ഇൻ എക്സ്പ്ലോറിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പ്രയാസവും കൂടാതെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് സുഖമായി എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ 150 വേർഡ്സിൽ കവിയാതെ എഴുതി ശീലിക്കുക. അടുത്തതായി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMS മിഷണറി ആയ ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ചാണ്. അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിൽ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. CMS പ്രിന്റിംഗ് പ്രസ് എന്നാണ് ആ പ്രസിന്റെ പേര്. നമ്മൾ ഇത് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. He also played a prominent role in changing Malayalam script in the form of Chadura-vadivu, that is Malayalam alphabets in the form of squares, to Vatta-vadivu, which is circular form of Malayalam alphabets. പണ്ടുകാലത്ത് മലയാള ഭാഷ എഴുതിയിരുന്നത് ചതുരാകൃതിയിലായിരുന്നു. അത് പിന്നെ വൃത്താകൃതിയിലേക്ക് പരിണാമം ഭാവിച്ചത് ബെഞ്ചമിൻ ബെയ്ലി പോലെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ ബെയ്ലിയെ ഫാദർ ഓഫ് മലയാളം സ്ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അഥവാ മലയാള ലിപിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണെന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി, അതായത് 1846 ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ് എന്നത് കൂടി പ്രത്യേകം ഓർത്തു വെക്കുക. വീണ്ടും നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. KS മെയിൻസ് എക്സാമിൽ കേരള അഫയേഴ്സ് പേപ്പറിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളെ എപ്പോഴും ഒരു ഇൻഫർമേഷൻ സോഴ്സായി നിങ്ങൾ കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും, എസ്പെഷ്യലി ഇൻ KS എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഡിസ്കസ് ദ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ റിനൈസൻസ് ഇൻ കേരള, ഓർ എക്സ്പ്ലെയിൻ ഹൗ Christian religious missionaries exerted a far-reaching influence in developing a divergent socio-cultural situation in Kerala, especially in the 19th and 20th century. So, ഈ ചോദ്യം നമുക്ക് 3 പാർട്ടായി അഡ്രസ് ചെയ്യാം. ആദ്യമായി ചോദ്യത്തിന് അനുയോജ്യമായ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കാം. പിന്നീട് ഉത്തരം സമർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ആൻസർ ബോഡി. അവസാനമായി ഉത്തരത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കൺക്ലൂഷൻ പാർട്ടും. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കൊളോണിയലിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്കുള്ള ക്രൈസ്തീയരായ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആഗമനത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. ബ്രിട്ടീഷ് ഇന്ത്യയിലാകട്ടെ ചാർട്ടർ ആക്ട് 1813 പ്രകാരം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള ഫുൾ റൈറ്റ്സും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നീട് അവരുടെ മതപ്രവർത്തനങ്ങൾ കേരള ജനതയ്ക്കുമേൽ ആധിപത്യവും വിശ്വാസ്യതയും സ്ഥാപിക്കാനുള്ള സോഫ്റ്റ് ഡിപ്ലോമസിയുടെ ഭാഗമായിരുന്നെങ്കിലും അത് ആത്യന്തികമായി കേരള സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമായി എന്നെഴുതി ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നീട് ബോഡി പാർട്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വൈവിധ്യ മേഖലയുള്ള സംഭാവനകൾ പോയിന്റുകളായി ഉദാഹരണ സഹിതം എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന്, Christian missionary has enlightened the caste-driven society in Kerala through education. Under this point, you can write how the Christian missionaries has used education as a tool for religious conversion. A school with every church concept was introduced to spread Christianity. Please note that this concept was again propounded by the famous Renaissance leader of Kerala named Father Kuriakos Elias Chavara. We will be discussing this topic in our upcoming lectures. Next, we can mention about the educational institutions started by various missionaries in Kerala, namely Basil Evangelical Mission, Church Mission Society and London Mission Society. You can quote their examples also.
And as a next point, you can write missionaries has started the concept of newspapers in Kerala. And for example, you can write the contribution of Herman Gundert as well as Benjamin Bailey. And you can mention the first newspapers also, namely Rajasamacharam and Paschimodayam. And as a third point, you can mention the contribution by starting printing presses. Again, you can write the examples of Benjamin Bailey and the establishment of CMS Press in Kottayam. Christian missionaries were also instrumental in abolition of slavery in Kerala. They have also helped in development of industries in Kerala. Again, you can quote examples like the estate agriculture in 1862 and the first joint stock company Malayalam Manorama in 1889, which was also developed with the help of Christian missionaries. They have also rendered a valuable service to the development of Malayalam language and led to the renaissance through language itself. So for that, you can quote examples like the contribution of grammar text, dictionaries, newspapers, magazines, etc. Christian missionaries also facilitated cultural symbiosis in Kerala. They have helped in developing many changes in people's life, culture, practices and belief. They were also voiced against the social discrimination and illogical customs followed in Kerala. They have encouraged interracial marriages. They have disregarded caste distinction. They were also against wrong social customs like widow burning, abandoning of children born on inauspicious days, practices of self-immolations, etc. And one of the distinguishable feature of Christian missionaries was their charitable and humanitarian efforts. They care for the poor and the sick and the disabled persons. They have applied Western medical practices to control common diseases, and the conversion to Christianity through their influence was a better choice for the lower caste Hindus against the social discriminations prevailed, and that given them a platform to fight back against the social evils. And for example, you can quote the Chandnar revolt. The status of the Chandnar woman was improved by joining Christianity. These can be the points in the body part of the answer. And as a conclusion, you can write it like, the good deeds of Christian missionaries were a role model to the Kerala government during that era, as the government itself have started many English schools and colleges taking the inspiration from the Christian missionaries. And as evident from the present scenario, the impact of these contributions are still prevalent in Kerala. So this way you can conclude the answer. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വി ആർ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.